ഹെഡ് ഫ്രണ്ട്സ്, ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ സ്കൂട്ടേഴ്സിൽ പൊതുവെ ലെഫ്റ്റ് സൈഡ് ബ്രേക്ക് ലിവറിന്റെ സൈഡിലായിട്ട് ഇതേപോലെ ചെറിയൊരു ലിവർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇത് എന്തിനാണെന്ന് കുറച്ച് പേർക്ക് അറിയായിരിക്കും, അറിയാത്തവർക്ക് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആണ്. ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇറക്കമുള്ള സ്ഥലങ്ങളിലോ നമ്മുടെ വണ്ടി സ്റ്റാൻഡിലിട്ട് കംഫോർട്ടായിട്ട് ഇരിക്കുന്നില്ല എന്നൊരു തോന്നൽ വരുന്ന സമയങ്ങളിലോ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാം. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കിന്റെ ലിവർ നല്ലോണം പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ചെറിയ ലിവർ മേലോട്ട് വലിച്ചിടുമ്പോൾ ഒരു ചെറിയ സൗണ്ട് ടിക് എന്നൊരു ചെറിയ സൗണ്ട് കേൾക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ആക്റ്റീവ് ആയെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. ആ സമയത്ത് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലെ ബ്രേക്ക് ടയർ തിരിച്ചു നോക്കിയാൽ ആ ടയർ ജാം ആയിരിക്കുന്ന പോലെ തോന്നും. കാരണം വെച്ചാൽ ആ ഹാൻഡ് ബ്രേക്ക് ആക്റ്റീവ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ള ഇറക്കമുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ സൈഡ് സ്റ്റാൻഡ് വെക്കുന്ന സമയങ്ങളിലൊക്കെ നമുക്കത് ഹാൻഡ് ബ്രേക്ക് ആക്റ്റീവ് ചെയ്ത് ഇടുകയാണെങ്കിൽ വണ്ടി ഇറക്കത്തിൽ ഇറങ്ങി പോകാതിരിക്കുക, അല്ലെങ്കിൽ തെറ്റി സ്റ്റാൻഡ് ചാടി പോകാതിരിക്കുകയൊക്കെ നമ്മൾ സഹായിക്കും അത്. അപ്പോൾ ഇത് റിലീസ് ചെയ്യണമെങ്കിൽ വേറെ ഒന്നുമില്ല, അത് ആ ബ്രേക്കിൽ ഒരു വട്ടം പിന്നെയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാൻഡ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ആവും. ചില കേസുകളിൽ ബ്രേക്ക് പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും ബാക്ക് വീല് ടൈറ്റ് ആവുന്നില്ല, മീൻസ് ലോക്ക് ആവാതിരിക്കുവാണെങ്കിൽ ബാക്കിലെ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബ്രേക്കിൻ്റെ ഒരു ലിവർ ഇതുണ്ട്, നമ്മുടെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ലിവർ ഉണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഹാൻഡ് ബ്രേക്ക് വിടുമ്പോൾ അത് നോർമലി നല്ലപോലെ അത് ഫങ്ഷനിങ് ആവും. ഇതിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു.